തിബോ മ്യൂറിസിന്റെ മാസ്റ്റർ യോർ ഇമോഷൻസ് എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ ബ്രീഫാണിത്. നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ എങ്കിൽ ഈ പുസ്തകം നിങ്ങൾക്കുള്ളതാണ്. നമ്മുടെ ചിന്തകൾ മാറ്റി എങ്ങനെ വൈകാരികമായി സ്ട്രോങ് ആകാമെന്നാണ് ഇതിൽ പറയുന്നത്. വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു വഴികാട്ടി. ഒന്നാമത്തെ കാര്യം, ഇമോഷൻസ് നമ്മുടെ ശത്രുക്കളല്ല, അവ വെറും മെസ്സഞ്ചർമാരാണ്. സന്തോഷമായാലും ദുഃഖമായാലും അതൊക്കെ നമ്മുടെ മനസ്സ് തരുന്ന ചില സിഗ്നലുകൾ മാത്രം. ഇത് റിയാലിറ്റിയല്ല, മറിച്ച് കാര്യങ്ങളെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഒരു വികാരത്തെ എതിർക്കാൻ നിന്നാൽ അത് കൂടുമൊന്നേയുള്ളൂ. അതേസമയം അതിനെ ഒന്ന് അംഗീകരിച്ചു കൊടുത്താൽ അത് തനിയെ പൊക്കോളും. രണ്ടാമതായി, നിങ്ങളുടെ വികാരങ്ങളെ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ചിന്തകളാണ്. ഇതൊരു സൈക്കിൾ പോലെയാണ്. ഒരു ചിന്ത വരുന്നു, അത് ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്നു, ആ ഫീലിംഗ് കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു. അവസാനം ഞാൻ ചിന്തിച്ചത് തന്നെ ശരിയെന്ന് തോന്നും. ഉദാഹരണത്തിന്, ഞാൻ പുറകിലാണ് എന്നൊരു ചിന്ത വന്നാൽ ടെൻഷനാകും. അതോടെ നമ്മൾ പണികൾ മാറ്റിവെക്കും. അവസാനം ഞാനൊരു തോൽവി തന്നെ എന്ന് സ്വയം ഉറപ്പിക്കും. ഈ സൈക്കിൾ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനം. അവസാനമായി, ഇമോഷണലി സ്ട്രോങ് ആകാൻ കുറച്ച് സിമ്പിൾ ശീലങ്ങളുണ്ട്. ഒന്ന്, മൈൻഡ്ഫുൾനെസ്, അതായത് ചിന്തകളെ വെറുതെ ജഡ്ജ് ചെയ്യാതെ നോക്കിക്കാണുക. രണ്ട്, ദ പോസ്, ഒരു സംഭവം നടക്കുമ്പോഴും നമ്മൾ പ്രതികരിക്കുന്നതിനും ഇടയിൽ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുന്നത്. മൂന്ന്, ജേർണലിംഗ്, നമ്മുടെ വികാരങ്ങളെപ്പറ്റി എഴുതുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇതാണ് കാര്യം: നിങ്ങളുടെ വികാരങ്ങളെ മനസ്സിലാക്കുക, ചിന്തകളെ ബോധപൂർവം തിരഞ്ഞെടുക്കുക. അപ്പോൾ പിന്നെ ജീവിതത്തിന്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലിരിക്കും.